നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേങ്ങര മണ്ഡലത്തിലാണ്. 1982 പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ഒരു തവണ കെ ടി ജലീലിനോട് പരാജയപ്പെടുകയായിരുന്നു. ബാക്കി 8 തവണയും അദ്ദേഹം ജയിച്ചു കയറുകയായിരുന്നു. കോൺഗ്രസ് ഭരണത്തിലിരിക്കെ 4 തവണയാണ് മന്ത്രിസ്ഥാനം അലങ്കരിച്ചത്. കുഞ്ഞാലിക്കുട്ടി വീണ്ടും വേങ്ങര മണ്ഡലത്തിൽ മത്സരിക്കണോ? ഇനി വേങ്ങര മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ അഭിപ്രായത്തിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി വേങ്ങര മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുഞ്ഞാലിക്കുട്ടി തീർച്ചയായിട്ടും മത്സരിക്കണം. അതെന്തുകൊണ്ടാണ് തീർച്ചയായും മത്സരിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടിയൊക്കെ രാഷ്ട്രീയത്തിന്റെ നെട്ടലാണ്. കുഞ്ഞാലിക്കുട്ടി ഒരുപാട് എത്രകാലം ഇത് ചെയ്തുകൊള്ളണം, വികസനം ഇവിടെ ചെയ്തുകൊള്ളും നിങ്ങൾക്കറിയാം? എനിക്കറിയില്ല. എന്നാ ഒരുപാട് വികസനം ഇവിടെ ചെയ്തുകൊള്ളണം. അതൊക്കെ വളരെ ആവശ്യമാണ്. ഒരു പ്രാവശ്യം കൂടി എന്തായാലും കുഞ്ഞാലിക്കുട്ടി ഈ പ്രാവശ്യം കൂടി വേണം. ആണ്, അങ്ങനെയാണ്. അത് ജനങ്ങളെ ഈ നാടിന്റെ ആവശ്യമാണ്. വീണ്ടും മത്സരിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇവിടെ വന്നിടത്തോളം നല്ല വികസനമാണ്, കാര്യങ്ങളാണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാള് അദ്ദേഹമാണ്. അതുകൊണ്ട് വീണ്ടും മത്സരിക്കണം. മത്സരിച്ചോട്ടെ. ഇവിടെ ഒരു മോശമില്ലല്ലോ, ഒരു മോശമില്ല. ഒരു മോശമില്ല എന്ന് പറയുന്നത് വികസനം നമ്മളെ അടുത്ത നാട്ടുകാരനാണ് മെയിൻ. അത് തന്നെ ഇവിടെ അടുത്ത നമ്മളെ തൊട്ടടുത്തല്ലേ. ആണല്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ വീണ്ടും മത്സരിക്കണം പറയുന്നത്? മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. മത്സരിച്ചോട്ടെ. ഇതിനെ വെച്ചിട്ട ആളല്ലേ, ഇപ്രായം നിർത്തണം. നിർത്തണോന്നാ? ഇപ്പൊ നിർത്താൻ പറ്റില്ലല്ലോ. ഇനി എന്താ ഈ എത്രയും കാലമായിട്ട് മൂപ്പര് രാഷ്ട്രീയത്തിലുള്ള ആളല്ലേ. അപ്പൊ ഇനി മത്സരിക്കണം എന്ന് പറയണേ? മത്സരിച്ചോട്ടെ. ആണ്. വേനൽക്കാർക്ക് കുറെ ആവശ്യമുള്ള ആളല്ലേ. ആണോ? തീർച്ചയായിട്ടും 100% മത്സരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസനം ആണ്. കൂടുതലായിട്ട് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിച്ചേക്കണം. ആണല്ലേ? ബാക്കി കയം അതുകൊണ്ട് 10 കിലോമീറ്ററോളം പുഴയിൽ വെള്ളം കെട്ടി നിൽക്കണം. ആണല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല ആളായിട്ടുണ്ട്. ആണല്ലേ? എന്താ നല്ല ആളെന്ന് പറയാനൊരു കാരണം? എല്ലാവർക്കും ഉപകാരം നല്ലത് ചെയ്യുന്നുള്ളൂ. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ചെറിയ മോൾക്ക് പിന്നെ കരട് മാറ്റി വെക്കാന് ഉള്ള സഹായം ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പൊ അയാൾ എന്നെ മത്സരിക്കണം എന്നാ പറയുന്നത്? ആണ്. മത്സരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല മനുഷ്യനല്ലേ അയാളെ. ആണോ? എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? വികസനം, ആദ്യത്തെ വികസനം ഉണ്ടല്ലോ. ആണോ? ആണ്. എന്റെ പേരെന്താ? എന്റെ പേര് രവി. രവിയേട്ടൻ പറയാണ് കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കണം. അത്ര ആത്മബന്ധം ഉണ്ടോ? ഉണ്ട്. സെറ്റാണ് ആള്. സെറ്റ് ആണ്. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം തന്നെയാണ് നമ്മൾ താല്പര്യം. അതെന്തുകൊണ്ടാണ് താല്പര്യപ്പെടുന്നത്? ഇവിടെ നല്ല വികസനം കുഴപ്പങ്ങളൊന്നുമില്ല. ആണ്. ഈ റോഡിലെ ഒരു വിഷയങ്ങളുള്ളൂ. അത് സ്വാഭാവികമായിട്ട് 10 വർഷമായിട്ട് ഇടതുവശം ഭരിക്കുകയാണ്. അപ്പോൾ അവര് ചെയ്യാത്തതിന് കുഞ്ഞാപ്പാന്റെ ഒരു വിഷയം നമുക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വാങ്ങിച്ച് തരണ്ടല്ലേ അദ്ദേഹം എം എൽ എ? അത് ശരിയാണ്. പക്ഷെ ആ ഒരു വികസനത്തിന്റെ ഒരു ഇതല്ലാത്ത വേറെ മറ്റുള്ള ഉള്ള ഏരിയയിലൊക്കെ ഇവിടെ നല്ല റോഡിനൊക്കെ നല്ല വികസനം കാര്യങ്ങളൊക്കെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? അങ്ങനെ ആഗ്രഹം നമ്മൾ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ചേച്ചിനെ സഹായിച്ചുണ്ടോ? ഉണ്ട്. എന്താണ് സഹായിച്ചത്? കല്യാണത്തിന് എനിക്ക് ഭക്ഷണത്തിനുള്ള എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ആണോ? മോളുടെ കല്യാണത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള എമൗണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ പേരെന്താണ്? രാധേശ്വര വീട് എവിടെയാ? വീട് തീണ്ടേക്കാട്. ആണല്ലേ? അപ്പൊ സഹായമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്. വീണ്ടും മത്സരിക്കണം എന്നാ പറയുന്നത്? വീണ്ടും മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മത്സരിക്കണം നല്ലതല്ലേ? നല്ലതാണോ? എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്? ഞങ്ങൾ കുറെ കാലം ഇവിടെ ഭരിക്കുന്ന ആളല്ലേ. എങ്ങനെയുണ്ട് ഭരണം? കുഴപ്പമൊന്നുമില്ല. ഇല്ല. മത്സരിക്കാം. എന്തുകൊണ്ടാണ് മത്സരിക്കാന്ന് പറയുന്നത്? വികസനത്തിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ആണോ? വികസനം എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ല, നമ്മള് കാണുന്നതല്ലേ. ആണോ? മത്സരിക്കണം. എന്തുകൊണ്ടാണ് മത്സരിക്കണം എന്ന് പറയുന്നത്? എന്നുവെച്ചാല് മൂപ്പരാണ് ഇവിടെ വികസനത്തിന്റെ ആളുള്ളത്. ആണ്. അതുകൊണ്ട് മത്സരിക്കട്ടെ എന്ന് പറയുന്നത്. മത്സരിക്കണം. മത്സരിച്ചോട്ടെ. വികസനം വേണം. ആണ്. വേങ്ങര ഒരു മേൽപ്പാലം വേണം. ആണ്. അതാണ് വേണ്ടേ. അതാണ് വേണ്ടത്. മത്സരിച്ചോട്ടെ എന്ന് പറയുന്നത്. മത്സരിച്ചോട്ടെ. ഓക്കെ. 1 ലക്ഷം വോട്ടിന്. 1 ലക്ഷം വോട്ടിനാ? എന്തുകൊണ്ടാണ് 1 ലക്ഷം വോട്ടിന് ജയിക്കുന്നത്? ലീഗിന്റെ കോട്ടയാണ്. ആണോ? ഇല്ലെങ്കിൽ തല മൊട്ടടിക്കോ? ഉറപ്പാ. മേശയും തലയൊക്കെ 1 ലക്ഷത്തിന് ജയിച്ചിട്ടില്ല. ഒരു നല്ല ഭൂരിപക്ഷം. ആണോ? എന്താ ചോദിക്കാന്? ഉറപ്പാണോ? ഉറപ്പല്ലേ. ഇവിടെ 2 ഡിവിഷനിൽ എത്ര കിട്ടിയത്? വേങ്ങര ഡിവിഷനും ചെറു ഡിവിഷനും. ആണോ? 32-33 അല്ലേ ആണോ ഭൂരിപക്ഷം കിട്ടിയത്? അപ്പൊ ജയിക്കും. ഷുവർ അല്ലേ? ഞാനിപ്പോ എന്താ പറയാ, നിങ്ങളുടെ അഭിപ്രായം പറയാം. അദ്ദേഹത്തെ അറിയോന്ന് ചോദിച്ചാ നമ്മള് ഇവിടെയൊക്കെ കണ്ടും കേട്ടൊക്കെ പരിചയമുണ്ട്. അറിയാം. അവര് മത്സരിക്കണോന്ന് ചോദിച്ചാല് ഞാനൊരു സഖാവിന്റെ മകളാണ്. അതുകൊണ്ട് മത്സരിക്കണോന്ന് ചോദിക്കുന്നത്. അവര് മത്സരിച്ചോട്ടെ. അവരാഗ്രഹം മത്സരിക്കാനല്ലേ. ഇവിടുത്തെ ആളുകൾ അവരെ കൂടെയാണ് ഒരുപാടുള്ളത്. മത്സരിക്കട്ടെ എന്ന് പറയാം. മത്സരിക്കട്ടെ. മത്സരിക്കാൻ നല്ലത്. പാത്ത് കുത്തിരിക്കേ. പാത്ത് കുത്തിരിക്കേ? പിന്നെന്താ? എന്തുകൊണ്ട് അങ്ങനെ?
ഇനി വാനക്കൊരു മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കല്ലോ വേണ്ടി, ആ. മറ്റുള്ള ചെറുപ്പക്കാർക്ക് കയറ്റി കൊടുക്കണം. ആണോ? എനിക്ക് താല്പര്യമില്ല മൂപ്പരാണെങ്കിലും. നല്ലൊരു ഒരു അത്യാവശ്യം ആളാണ്. പക്ഷെ മാറണം. മാറണം. ഓൻ മാറിയിട്ട് ഓൻ്റെ ആളെയൊക്കെ എനിക്കൊരു കൊടുത്തോട്ടെ. ഓൻ്റെ ആയിട്ടുള്ള ഓനെ അനിയൻ്റെ ആക്കോ എൻ്റെ ജ്യേഷ്ഠനൊക്കെ കൊടുക്കാം. മത്സരിച്ച കുഴപ്പമൊന്നുമില്ല. ആയതുകൊണ്ടാ മത്സരിച്ചാൽ കുഴപ്പമില്ലാന്ന് പറയുന്നത്. അത് സാറാണ് നമ്മുടെ ഈ മലപ്പുറം ഇതില് മത്സരിക്കട്ടെ എന്ന് പറയുന്നത്. മത്സരിച്ചാല് സാറാണ് ആള്. അയാൾ മത്സരിക്കണം. മത്സരിക്കണം. അയാൾ മത്സരിക്കണം. അയാൾ മത്സരിച്ചാലേ നമുക്ക് ഇവിടെ ഒക്കെ വികസനം ഉണ്ടാവുള്ളൂ. അല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനെ കാരണം അയാൾ ഒരുപാട് അങ്ങനെ നാടിന് വേണ്ട അയാള് പരമാവധി അയാള് പ്രയത്നിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ആണ്. എന്തുകൊണ്ടാ ആന്ന് പറയുന്നത്? മത്സരിക്കണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ലതായിട്ട് ആണോ? എന്താ നല്ലതെന്ന് പറയുന്നത്? അല്ല, എന്തുകൊണ്ടാ നല്ലതെന്ന് പറയാൻ കാരണം? നല്ല സഹായിക്കും. ആണോ? സഹായമുള്ള ആളാണോ? അതുകൊണ്ടാണോ? കുട്ടി വീണ്ടും മത്സരിക്കണം എന്നൊരു അഭിപ്രായമൊന്നുമില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദ്രവമൊന്നുമില്ല. എന്തുകൊണ്ടാ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? എന്താ വെച്ചാൽ ലീഗിനെ കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഉപദ്രവോ കാര്യങ്ങളൊന്നുമില്ല. വർഗീയ പാർട്ടിയോ അല്ല. അങ്ങനത്തെ ഒരു നിലപാടാണ് എന്റേത്. പക്ഷെ അപ്പോ ഉപദ്രവം ഇല്ലാതെ വികസനം എങ്ങനെയാ? വികസനത്തിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. ആണോ? അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാന്ന് പറയുന്നത്? പ്രത്യേകിച്ച് കുട്ടികളുടെ വർഗീയപരമായിട്ടുള്ള രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഇല്ലാന്നാ? ഇല്ലാന്ന്. ലീഗിനെ കൊണ്ട് മത്സരിക്കട്ടെ. എന്തുകൊണ്ടാ മത്സരിക്കട്ടെ എന്ന് പറയുന്നത്? നല്ല MLA അല്ലേ? ആണോ? നല്ല MLA ആണോ? ആണല്ലോ. ആണ്. നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. UDF അല്ലേ? നമ്മളൊക്കെ UDF കാരല്ലേ? ആണോ? നല്ല MLA ആണോ? ആണ്. കാലകാലം കുഞ്ഞുകുട്ടിയല്ലേ? കാലാകാലം കുഞ്ഞാലിക്കുട്ടിയാണുള്ളത്. നിങ്ങളെ അഭിപ്രായം മത്സരിക്കണമെന്നുണ്ടോ? മത്സരിച്ചോട്ടെ. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? നല്ലൊരു നേതാവാണ്. നല്ല നേതാവാണോ? എന്ത് നല്ല നേതാവെന്ന് പറയാൻ കാരണം? നല്ല നമുക്ക് കൂടുതൽ പിന്നെ വികസന കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. ചെയ്തിട്ടുണ്ട്. നല്ല നേതാവാണ്. നല്ല നാട്ടുകാർക്ക് നല്ല ഉപകാരം. മത്സരിക്കണോ ഇനി? മത്സരിക്കണം. നല്ല നേതാവാണോ? ആ. നല്ല ഉപകാരം ഉണ്ടോ? ഉപകാരം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല ഉപകാരം ഉണ്ടായതുകൊണ്ട് റോഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ആണോ? ആണ്. മത്സരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയും? കാരണം ഇടക്കിടക്ക് ഇവിടെ മാറില്ലല്ലോ മൂപ്പര്. ആണോ? ചിലപ്പോ MP സ്ഥാനത്ത് പോകും. അപ്പൊ ഇവിടെ പിന്നെയും വരും കിട്ടാന്. അപ്പൊ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അത് രാജകീയ അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിയിരിക്കല്ലേ? ഓരോ പൈസ ജനങ്ങൾക്ക് എത്രമാതിരി പൈസന്റെ ചെലവുണ്ട്. ഗവൺമെന്റിനും ചെലവില്ല. വേണ്ടാന്നാണോ മത്സരിക്കണം? വേണ്ട. മൂപ്പര അല്ലാതെ വേറെ ആരെങ്കിലും ഇട്ടോട്ടോ. ആണ്. അതല്ലേ? മടുത്തു പോയതല്ല. ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടിന്റെ അങ്ങനെ തന്നെ. ആണോ? അത് ഒരു ടീമിനെ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കളിച്ചിട്ട് അത് വേണ്ട. അത് ആർക്കും നഷ്ടപ്പെടും. ചെറുപ്പക്കാർ വരണമെന്നില്ല. വലിപ്പക്കാരനെ കുഴപ്പമില്ല. നല്ല ടീമാണെന്നുള്ളൂ. നല്ലൊരു മനുഷ്യനാണ്. ആണോ? അതാണ് വേണ്ടത്. ഇയാൾ നല്ല മനുഷ്യനാണോ? മനുഷ്യനൊക്കെ നല്ല മനുഷ്യനാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ മാറി കളിച്ചിടണം. വേറെത്തല്ല. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ എന്തിനാ ഇനി മത്സരിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ വെച്ചാല് വേറെ യുവതലമുറകൾക്ക് കൊടുക്കണം. ആണല്ലേ? അതല്ലേ വേണ്ടത്. ആണ്. എന്തുകൊണ്ടാ എന്താ മത്സരിക്കുന്നത് ചോദിക്കാം? അല്ല, അവരൊക്കെ ഒരുപാട് മത്സരിച്ചതല്ലേ. ഇനി റെസ്റ്റ് എടുക്കട്ടെ. ആണോ? അവർക്ക് താഴെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ. അവര് യുവാക്കൾ വരട്ടെ മുന്നോട്ട്. ആണല്ലേ? കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നതിന് താല്പര്യക്കുറവൊന്നുമില്ല. താല്പര്യക്കുറവില്ല. എന്തുകൊണ്ടാ താല്പര്യക്കുറവില്ല? അവർക്ക് ഇവിടെ വികസനങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ടാണ് മത്സരിക്കട്ടെ. ഇതിനകത്ത് മത്സരിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇപ്പൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാളാണ്. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം തരംഗങ്ങളൊക്കെ തിരിച്ചാണ്. മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ്. LDF തന്നെയാണ് ഇവിടെ അനുകൂലം. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനം. ആണോ? എന്ത് നല്ല പ്രവർത്തനം? റോഡൊക്കെ സൂപ്പറാ. ആണോ? നല്ല പ്രവർത്തനമാണോ? മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? വികസനം. ആണോ? മത്സരിക്കണം എന്നാ പറയുന്നത്? മത്സരിക്കട്ടെ എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? മത്സരിക്കട്ടെ. നമ്മളെ നാട്ടുകാരനല്ലേ. ആണോ? ആളെങ്ങനെയാ? ആള് കുഴപ്പമില്ല. നല്ല ആളാ. കുഴപ്പമില്ല. കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചോട്ടെ. എന്താ അതിനെന്താ കുഴപ്പമില്ല? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? അയാള് ഒരു MLA അല്ലേ? പഴയ MLA ആണ്. വേങ്ങരത്തെ ഒരു അറിയപ്പെടുന്ന നല്ലൊരു വ്യക്തിയാണ്. ആണോ? അതുകൊണ്ട് മത്സരിക്കട്ടെ എന്ന് പറയുന്നത്? മത്സരിച്ചോട്ടെ. വളരെ നല്ല മത്സരിക്കണം. എന്തിനാ മത്സരിക്കുന്നത്? അല്ല, ജനങ്ങൾക്ക് നല്ലത് കിട്ടാൻ വേണ്ടിട്ടാ. ആണോ? നല്ലത് കിട്ടുന്നുണ്ടോ ഇപ്പൊ? കിട്ടുന്നുണ്ട്. ആണോ? മത്സരിക്കണം എന്നാ പറയുന്നത്? മത്സരിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ലീഗിന്റെ മുതിർന്ന നേതാവല്ലേ. അതുകൊണ്ട് മത്സരിക്കണം എന്നാ പറയുന്നത്? മത്സരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കട്ടെ. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? ഒന്നുമല്ല, വികസനം ഇവിടെ. ആണോ? മത്സരിക്കട്ടെ എന്ന് പറയുന്നത്? മത്സരിക്കണം. നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാ? മത്സരിക്കണം എന്നുള്ള അഭിപ്രായം. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? അവര് പറയട്ടെ. എന്തുകൊണ്ടാ, എന്ത് കാരണം കൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? ഇവിടെ നല്ല വികസനമാണ്. ആണോ? നല്ല വികസനം. കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചാൽ പ്രയാസമായിരിക്കും ജയിക്കാനോ? വേണ്ടെന്ന് പറയുന്നത്? വേണ്ടെന്ന് പറയില്ല. അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. അതെ. നിങ്ങളുടെ അഭിപ്രായം മത്സരിക്കണോന്ന് മത്സരിക്കേണ്ടതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്?
രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തെ മാതിരിയാവില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തോൽക്കാൻ സാധ്യത അത് തോൽക്കാൻ സാധ്യത പറയാൻ വയ്യ. ജയിക്കും, പക്ഷെ മത്സരിക്കേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായം. അങ്ങനല്ല, ജയിക്കാൻ പ്രയാസപ്പെടും. ഇവര് കുറെ ആയില്ല നിൽക്കുന്നത്, മാറി ചിന്തിക്കാന്നുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത്. അല്ല അതല്ല, നമ്മളെ ഭയങ്കര ഇപ്പൊ പൊതുവെ ഒരു മൂപ്പര് നല്ലൊരു അഭിപ്രായമാണ് എല്ലാരും പറയുന്നത്. മാറണം എന്നാ പറയുന്നത്. അല്ല ഇവര് കുറെ ആയില്ല, അപ്പൊ ഇനി ലീഗ് ഇനി വേറെ ആരെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് ഇപ്പൊ എല്ലാരും ഇത് കണ്ടപ്പോൾ 9 വോട്ടാണ്, 10ക്ക് 9% എല്ലാരും കാണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും. മത്സരിക്കണോ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം? മത്സരിക്കുന്നതാവും നല്ലത്. എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്? ഇതുവരെ കാഴ്ചപ്പാടില് കുഴപ്പമില്ലാത്ത വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ റോഡിന്റെ പുതിയൊരു വികസനം വരുന്നുണ്ട്. ഇവിടെയുള്ള പാലങ്ങള് വേണമെന്നാ പറയുന്നത്. അതെ വേണം. മത്സരിക്കണമെന്നുണ്ട്. മത്സരിക്കണമെന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. മൂപ്പര് മത്സരിച്ചോ മത്സരിക്കണോ? മത്സരിക്കണം നമ്മളെ. കുഞ്ഞാലിക്കുട്ടി നാടിന് വേണ്ടപ്പെട്ട ഒരാളാണ്, മത്സരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? മത്സരിക്കട്ടെ. എന്തുകൊണ്ടാണ് മത്സരിക്കട്ടെ? ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മത്സരിക്കണമെന്നോ വേണ്ടാന്നാണോ? മത്സരിക്കട്ടെ, തെളിയിക്കട്ടെ, കരുത്ത് തെളിയിക്കട്ടെ. ഞാൻ അതിനെ പറ്റിയൊന്നും പറയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അല്ല, എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല. കാരണം എനിക്ക് അതിനെ പറ്റി അറിയില്ല. കുഞ്ഞാലിക്കുട്ടിനെ അറിയോ? കുഞ്ഞാലിക്കുട്ടിനെ കണ്ടിട്ടൊന്നല്ല, ഞങ്ങളങ്ങനെ പരിചയമില്ല. ഞങ്ങൾ വാച്ച് വേസിൽ ഞാൻ ആരായിട്ടൊന്നുമില്ല. നിങ്ങൾ വീണ്ടും മത്സരിക്കണം എന്ന് പറയുന്നുണ്ടോ? അവർക്ക് അവരിഷ്ടം. മത്സരിക്കണം. എന്തുകൊണ്ടാണ് മത്സരിക്കണം എന്ന് പറയുന്നത്? നല്ല പരിചയസമ്പത്തുള്ള വ്യക്തിയല്ലേ. വീണ്ടും മത്സരിക്കണം എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ കതറ് വെക്കുന്നത് ഈ വേങ്ങരയിലാണോ? ഏറ്റവും കൂടുതൽ പറയാൻ പറ്റത്തില്ല. അല്ല, എല്ലാരും കതറിട്ടോണ്ട് നിൽക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയോടെ മത്സരിക്കണോന്ന് എന്റെ ചോദ്യം. മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളെ മെമ്പറല്ലേ, MLA മത്സരിക്കണം. ആളെങ്ങനെയാ? നല്ല ആളാണോ? നല്ല ആളാണ്. ആളെങ്ങനെ? പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരനല്ല, നല്ല ആളാ. നല്ല ആളാ. അതുകൊണ്ട് മത്സരിക്കണം വേണമെന്നാണ് ആഗ്രഹം. വേണമെന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കപ്പെടുന്നത്? പൊതുവെ പൊതുവെ മെച്ചമാണ് ആണോ? മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ മത്സരിക്കണം എന്ന് പറയുന്നത്? കുഞ്ഞാലിക്കുട്ടി കുറെ കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യം ചെയ്തില്ലേ? പല കാര്യങ്ങളും ചെയ്തു. മത്സരിക്കണം എന്ന് പറയുന്നത്? അതെ, മത്സരിക്കണം. എന്തുകൊണ്ടാണ് മത്സരിക്കണം എന്ന് പറയുന്നത്? അറിയില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കണം എന്ന് പറയാൻ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ. എന്താ അങ്ങനെ പറയണേ? പിന്നെ ഒരു ഇഷ്ടമല്ലാത്ത പോലെ? അല്ല, ഒന്നും ഇഷ്ടക്കാരൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിച്ചാല് നമ്മൾ വിജയിപ്പിക്കും. മത്സരിക്കണം എന്നാ പറയുന്നത്? ഇനി വികസനങ്ങളൊക്കെ ഉണ്ടാകണ്ടേ, വികസനമൊക്കെ വരാണ്ട്. മത്സരിച്ചോട്ടെ. എന്തുകൊണ്ടാണ് മത്സരിച്ചോട്ടെ പറയുന്നത്? അല്ല, വേറെ പറ്റിയ ആൾക്കാരില്ലല്ലോ മത്സരിക്കണം എന്നാ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി കുറെ മത്സരിച്ചില്ലേ, ഇനി ഒന്ന് മാറിക്കട്ടെ, ഇനി പുതിയ ആൾക്കാരെ വരട്ടെ. ആണല്ലേ? എന്തുകൊണ്ടാണ് മാറിക്കട്ടെ എന്ന് പറയുന്നത്? അത് നമ്മളെ താല്പര്യം മാത്രം. ആണല്ലേ? കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കട്ടെ. കുറെ കാലങ്ങളായിട്ട് ഇവിടെ മത്സരിക്കല്ലേ. മത്സരിക്കണം എന്നാ പറയുന്നത്? മത്സരിക്കണം. അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം പറയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം പറയാത്തത്? എന്താന്ന് ചോദിച്ചാല് ഇവിടെ ഇപ്പൊ ഏതായാലും സാധാരണ എല്ലാ മണ്ഡലത്തിൽ നടക്കുന്ന വികസനം തന്നെ ഇവിടെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് അഭിപ്രായം പറയാത്ത? അല്ല, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി തന്നെ വിജയിക്കുക, അദ്ദേഹം തന്നെ ജയിക്കുക, ഇങ്ങനെ തന്നെ ഇവിടെ വരിക. മറ്റൊരു മാറ്റം ഇവിടെ വരൂല. വരേണ്ട ആവശ്യമുണ്ടോ? അതിപ്പോ ജനങ്ങൾ തീരുമാനിക്കേണ്ടേ വരേണ്ട ആവശ്യമുണ്ടോ. നിങ്ങളുടെ തീരുമാനം വരണം എന്നുള്ളതാണ്? മാറ്റം എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. കാരണം ഇവിടെ ജനങ്ങള് കുറെ സമ്പാദിച്ച് ജനങ്ങളേതായ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. മത്സരിക്കണം എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഞങ്ങൾക്ക് നല്ല ആളാണ്, നല്ല സാറാണ്. വികസനം മത്സരിക്കണം എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ ഇവിടെ ഈ മലപ്പുറത്തിന് ഒരു എന്താ പറയാ ഒരു മുഖാണ് ജനകുട്ടി സാഹിബ്. തീർച്ചയായിട്ടും അതിൻ്റെ വികസനം ഭാവിയിലുണ്ടാവും, നമുക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇവിടുന്ന് ഇതാണ് ഈ വർഗീയ ധ്രുവങ്ങളൊക്കെ മുമ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച പല ആളുകളുണ്ട്. അപ്പൊ അതിനെതിരെ ഈ മുസ്ലിം ലീഗ് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിന്റെ കൈകളിലാവുമ്പോൾ അതുകൊണ്ട് അതിനൊരു പവർ ഉണ്ടാവും എന്നാണ് നമ്മുടെ ആത്മവിശ്വാസം. മത്സരിച്ചോട്ടെ, നല്ല മനുഷ്യനല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പൊതുവെ അയാളൊരു സൈലന്റ് ആണ്. ഓക്കെയാണ്, രാഷ്ട്രീയത്തിൽ പറ്റിയ ആളാണ്. മത്സരിച്ച കുഴപ്പമൊന്നുമില്ല, നമുക്ക് മത്സരിച്ച കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത്യാവശ്യം വികസന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മത്സരിക്കണം. എന്തുകൊണ്ടാ പറഞ്ഞാല് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് മത്സരിക്കണം എന്നാ പറയുന്നത്? എല്ലാ റെയിലും വെള്ള കതറാണല്ലോ. അതിപ്പോ റംസാനായിട്ടുള്ള അവര് ഇതുകൊണ്ടാണ്. എല്ലാ റെയിലും വെള്ളയാണല്ലോ. ഞാൻ ഈ സർവേ എടുക്കുമ്പോ ഈ പാർട്ടിക്കാരെ വെച്ച് സർവേ എടുത്തു പറയോ?
അല്ല അതില്ല ഇല്ല. അതില്ല ആൾക്കാർ മനസ്സിലാക്കിയാൽ നല്ലത്. അത് ശരിയാ റംസാനായിട്ടുള്ള അവര് ഇതുള്ളൂ. മത്സരിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? മോശമല്ലേ ഇവിടെ മോശമില്ല. മത്സരിക്കട്ടെ എന്നാ? സാറേ, കുഴപ്പമില്ല. ആണോ? മത്സരിക്കണം. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? നല്ല കാഴ്ചപ്പാടുള്ള ഭരണ കാഴ്ചപ്പാട് ആൾക്കാരല്ല. ആണോ? മത്സരിക്കട്ടെ. എന്താ മത്സരിക്കണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, പരിചയ സമ്പത്തുള്ള ഒരാളല്ലേ. ആണോ? മത്സരിക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വേങ്ങരയില് മത്സരിച്ചിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. വേങ്ങര മത്സരിച്ചിട്ടില്ലെങ്കിൽ ലീഗിന് പരാജയമായിരിക്കും. ആണല്ലേ? മത്സരിക്കട്ടെ എന്ന് പറയുന്നത്? മത്സരിക്കണം. മത്സരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഇവിടുത്തെ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം തന്നെ ആണ് മത്സരിക്കണം എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് തന്നെയാണ് താല്പര്യം. ആണോ? എന്തുകൊണ്ടാ താല്പര്യം വരാൻ കാരണം? ഇവിടുത്തെ നാനോന്മുഖമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം എന്ത് നാനോൻ മുഖമായ പ്രവർത്തനങ്ങൾ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നാനോന്മുഖം എന്നുള്ളത് വളരെ ഡിഫറെന്റ് ആയിട്ട് കേൾക്കുന്ന പേരാണ്. വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട്. ഈ നാനോന്മുഖം എന്ന് പറയുന്ന സാധനം യഥാർത്ഥ വേടാണോ? അതെ അതെ ആണ്. കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചോട്ടെ. മത്സരിച്ചോട്ടെ. എന്തുകൊണ്ടാ മത്സരിച്ചോട്ടെ എന്ന് പറയുന്നത്? കുഴപ്പമില്ല, നല്ല വികസനമൊക്കെ ഉണ്ടല്ലോ. ആണോ? അങ്ങനെയാ? മത്സരിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസനമൊക്കെ ഉണ്ട്. ആണോ? വികസനം ഉണ്ടോ? വികസനമുണ്ട്. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? ഉഷാറായിട്ട് ഇവിടെ വികസനം ഉഷാറാണോ? മത്സരിക്കണം. മത്സരിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ലൊരു ഭരണം കഴിച്ചേക്കുന്ന ആളാണ്. ആണോ? എന്താ നല്ല ഭരണം? അല്ല, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ആണോ? മത്സരിച്ചോട്ടെ. മത്സരിച്ചോട്ടെ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, നമ്മുടെ നാടിന് നല്ലതാണ്. ആണോ? നമുക്ക് മത്സരിക്കാം. വേണ്ട. വേണ്ട. എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നത്? എനിക്ക് വേണ്ടാന്ന് പറയാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് എന്താ ഇപ്പൊ പറയേണ്ടത്, ഒരുപാട് പ്രാവശ്യം അവര് ഇങ്ങനെ MLA ഒക്കെ ആയതുകൊണ്ട് വേണ്ടാന്ന് പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള. ആണല്ലേ? മത്സരിക്കണം എന്നാണ് ഞങ്ങളെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ അഭിപ്രായം വരാൻ കാരണം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വേങ്ങനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല വികസനമാണ്. ആണ്. നല്ല വികസനം വെച്ചാൽ പക്ക വികസനം. അതുകൊണ്ട് വീണ്ടും വരണം എന്ന് പറയണേ? വരണം, തീർച്ചയായിട്ടും വരണം. കുഞ്ഞാലിക്കുട്ടി ഒന്നും അതിന് പ്രശ്നമൊന്നുമില്ല. ഇല്ല. എല്ലാവരും വന്നോട്ടെ എന്ന്. എന്താ വന്നോട്ടെ എന്ന് പറയുന്നത്? നമുക്ക് കാര്യമുള്ള കുഞ്ഞാലിക്കുട്ടി എന്നപ്പോഴേനോ ആണ്. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി വരട്ടെ. കുഞ്ഞാലിക്കുട്ടി വരട്ടെ. എന്തുകൊണ്ടാ കുഞ്ഞാലിക്കുട്ടി വരട്ടെ എന്ന് പറയുന്നത്? ഇപ്പൊ വികസനമൊക്കെ വരണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വേണം. ഇവിടെ വികസനം ഉണ്ടോ? ഉണ്ട്, വികസനമൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. എന്തുകൊണ്ടാ ആയിക്കോട്ടെ പറയണേ? കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കണം. മത്സരിച്ചോട്ടെ. എന്തുകൊണ്ടാ മത്സരിച്ചോട്ടെ എന്ന് പറയുന്നത്? നല്ല നേതാവാണ്. ആണോ? എന്തുകൊണ്ടാ നല്ല നേതാവെന്ന് പറയുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ്. ആണോ? നിങ്ങളുടെ പേരെന്താ? സുനിൽകുമാർ. സുനിലേട്ടൻ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്? എനിക്ക് ആ നേതാവിന് ഇഷ്ടമാണ്. ആണോ? എന്താണ് ഇഷ്ടം എന്ന് പറയുന്നത്? അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ? വ്യത്യാസം എന്താ വ്യത്യാസം പറയണേ? എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവ് ആയതുകൊണ്ടാണ്. ആണോ? കുഞ്ഞാലിക്കുട്ടിയാ. പിന്നെ എന്താ പിന്നെന്ന് പറയുന്നത്? എന്ത് ഇപ്പൊ നേരല്ല കേട്ടോ. ആണോ? കൂടുതൽ മത്സരിക്കണോ വേണ്ടേ? മത്സരിക്കണം. ഓക്കെ, മത്സരിച്ചോട്ടെ. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവനോട് വരണം. മത്സരിക്കണം. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനമാണ്. ആണോ? നല്ല പ്രവർത്തനമാണോ? നല്ല പ്രവർത്തനം തന്നെയാണ്. ആണോ? ഈ മണ്ഡലത്തിന് വേണ്ട എല്ലാ നല്ല പ്രോഗ്രസും നല്ല പുരോഗമനവും ഉള്ള ഒരാളാണ്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും മത്സരിക്കണം. തീർച്ചയായിട്ടും മത്സരിക്കണം. കുഞ്ഞപ്പ കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? അല്ല, മുമ്പ് മത്സരിച്ചല്ല, മത്സരിച്ചോട്ടെ. ആണല്ലേ? നന്നായിട്ടുണ്ട് ആള്. ആള് നമ്മളെ ഭയങ്കര മണ്ഡലത്തിൽ അയാൾ തന്നെയല്ലോ മത്സരിക്കുന്നത്. ആണല്ലേ? മത്സരിക്കും. എന്തുകൊണ്ടാ മത്സരിക്കട്ടെ? മത്സരിക്കാൻ മൂപ്പര് ഇവിടുത്തെ സിറ്റിംഗ് MLA അല്ലേ? ആണ്. മത്സരിച്ച് ജയിക്കുക? ഉറപ്പാണ്. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം അങ്ങനെ പറയാം. ജയിക്കണം എന്ന് പറയുന്നത്? ജയിക്കും. മത്സരിക്കണം. എന്തുകൊണ്ടാ? നല്ല വികസനം ഉണ്ട്. ആണോ? മത്സരിക്കണം എന്താ പറയുന്നത്? മത്സരിക്കണം. അതറിയില്ലല്ലോ. മത്സരിക്കണോ? നിങ്ങളെ അഭിപ്രായത്തിൽ മത്സരിക്കണോ? മത്സരിച്ചോട്ടെ, അതല്ല ആരായാലും മത്സരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം എന്ന് പറയുന്നത്? അതിന് നമ്മ അങ്ങനെ ആരും എതിർപ്പ് പറഞ്ഞില്ല. ഇല്ല. മത്സരിക്കണോ? ആർക്കും മത്സരിക്കാം. അത് ജനങ്ങളെ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം? മത്സരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കണ്ടേ. അത്രേ നമുക്ക് അറിയുള്ളൂ. ആണോ? കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം എന്നുള്ളപ്പോ മൂപ്പര് അദ്ദേഹം തീരുമാനിക്കണം. അല്ല, മത്സരിക്കണോ? നിങ്ങൾ ആഗ്രഹം എങ്ങനെയാണ്? മത്സരിക്കണോ? മൂപ്പര് മത്സരിക്കാൻ മൂപ്പര് പ്രായാധിക്യം ആയി. കുറെ സമയം മത്സരിച്ചതല്ലേ. അപ്പൊ ഇനി യുവാക്കൾക്ക് ഒഴിഞ്ഞു കൊടുക്കലാണ് നല്ലത്. എന്താ അങ്ങനെ പറയുന്നേ? അല്ല, ഒന്നുമില്ല, മൂപ്പര് പ്രവർത്തനം മോശമായതുകൊണ്ട് പറയല്ലത്. മൂപ്പരായിട്ട് മാറി കൊടുക്കണം. മൂപ്പറായിട്ട് ഇനി യുവാക്കൾക്ക് ഒരു ചാൻസ് കൊടുക്കുക, അങ്ങനെ എന്നുണ്ടോ? അടുത്ത ജനറേഷൻ ഇങ്ങനെ വരണ്ടേ. അപ്പൊ ഒഴിഞ്ഞു കൊടുക്കാനാണ് നല്ലത്. മത്സരിക്കണമെന്നില്ല, വേറെ ആൾക്ക് മാറി കൊടുക്കാലോ. ആണല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, പുതിയ ആൾക്കാർ വരട്ടെ. ആണ്. മാറ്റം വരണ്ടേ. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാൻ നല്ലതാണ്. ആണ്. എന്തോ നല്ലതെന്ന് പറയുന്നത്?
എല്ലാ നിലക്കും നല്ലതാണ്. പുരോഗമനത്തിന്റെ കാര്യത്തിലും ഒക്കെ മത്സരിക്കട്ടെ എന്ന് പറയുന്നത് മത്സരിക്കണം. 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 എന്തുകൊണ്ടാണ് മത്സരിക്കണം എന്ന് പറയുന്നത്? മത്സരിക്കാൻ മൂപ്പരെ കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആണോ? മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൊരു നേതാവാണ്. നാട്ടില് വികസനങ്ങളാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വരണം. ആണല്ലേ? അതുകൊണ്ട് മത്സരിക്കണം എന്നാ പറയുന്നത്. മത്സരിക്കണം. കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഭയങ്കര വരണം. ആണല്ലേ? നമ്മൾ നേതാവാ. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് നല്ലതല്ലേ? എനിക്കറിയില്ല, നിങ്ങളാ പറയുന്നത്. നല്ലതാണ്. നല്ലതാണോ? എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്? നല്ല പറഞ്ഞാൽ ഇവിടുത്തെ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല സജീവമായിട്ട് പങ്കെടുത്ത ആളാണ്. ആണോ? ആ മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുഞ്ഞാലിക്കുട്ടി ഞങ്ങളെ വേങ്ങര പരിസരമൊക്കെ നല്ല വികസനം ഉണ്ടാക്കിയ ആളാണ്. ആണോ? ഉറപ്പായിട്ടും മത്സരിക്കണം. ഉറപ്പായിട്ട് മത്സരിക്കും. ജയിക്കുവോ? ആ ജയിക്കും. ഭൂരിപക്ഷം പറയാം. ഭൂരിപക്ഷം പറയാൻ പറ്റൂല, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആണല്ലേ? എന്റെ അഭിപ്രായം ഞാൻ എന്താ പറയാ, മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആള് നല്ല വ്യക്തിയായതുകൊണ്ട്. ആണോ? എന്ത് നല്ല വ്യക്തിയാന്ന് പറയാൻ ഒരു കാരണം ഉണ്ടാവും. നമ്മളെ വേറെക്കാർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ആണല്ലേ? അതെ. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല അഭിപ്രായം പറയണം. നമ്മൾ നാട്ടുകാരനാണ്. ആണല്ലേ? ഏട്ടന്റെ പേരെന്താ? എന്റെ പേര് അയ്യപ്പനാണ്. അയ്യപ്പേട്ടൻ എന്തുകൊണ്ടാണ് നല്ല അഭിപ്രായം എന്ന് പറയുന്നത്? നല്ല അഭിപ്രായം നമ്മുടെ നാട്ടിലെ ആളാണ്. അവിടെ നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ആണല്ലേ? ആൾ ഉഷാറാണ്. ആള് സാർ പ്രവർത്തനം ചെയ്യുമെന്ന് പറയുമ്പോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആണല്ലേ? പാവപ്പെട്ട ആളുകളൊക്കെ സഹായിക്കുക. അങ്ങനെ വല്ല അറിവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് അറിവുണ്ടോ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാല് നമുക്ക് വേണ്ടി നമുക്ക് മറവിൽ കൊടുത്ത ആംബുലൻസ് ആംബുലൻസാ എല്ലാ കാര്യം ചെയ്തത്. ഇല്ല. ആള് വീണ്ടും മത്സരിക്കണം. മത്സരിച്ചോട്ടെ. ആണല്ലേ? മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ആണല്ലേ? ഞാൻ ലീഗാരനാണ്. ആണല്ലേ? കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണല്ലോ. കുഞ്ഞാലിക്കുട്ടി UDF നേതൃത്വല്ലേ? ആണോ? UDF അധികാരത്തിൽ വരാൻ പോകില്ല. അപ്പൊ അതിനെ നയിക്കാൻ നേതൃത്വം വേണ്ടേ? അതുകൊണ്ട് മത്സരിക്കണം എന്ന് പറയാം. മത്സരിക്കണം, തീർച്ചയായിട്ടും. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണോ? ആണോ? മത്സരിക്കണോ? മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ജയിക്കോളൂ. ആണോ? നല്ല മനുഷ്യനാണോ? ആണോ? മത്സരിക്കട്ടെ. എന്തുകൊണ്ടാണ് മത്സരിക്കട്ടെ പറയണേ? ഇവിടെ ഇപ്പൊ വേറെ ഒരു പാർട്ടി വരാൻ സാധ്യതയില്ല. കുഞ്ഞാലിക്കുട്ടി വരാൻ സാധ്യത. ആണല്ലേ? വീണ്ടും മത്സരിക്കണം. എന്തുകൊണ്ടാണ് മത്സരിക്കണം എന്ന് പറയുന്നത്? മത്സരിക്കണം എന്ന് പറഞ്ഞാല് മൂപ്പര് കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. മൂപ്പര് നമുക്ക് നല്ല മെച്ചുണ്ട് മൂപ്പരെ കൊണ്ട്. ആണോ? ഇപ്പൊ അയാളല്ലേ തീരുമാനിക്കുന്നത്, നമുക്ക് അതിന് എന്തേ പറയാൻ പറ്റും. നിങ്ങളെ അഭിപ്രായത്തിൽ മത്സരിക്കണം? ആര്? കുഞ്ഞാലിക്കുട്ടി. ഇപ്പഴത്തെ മത്സരിക്കണം മൂപ്പരെ കാര്യത്തിന്, നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ മത്സരിക്കും. ആണോ? അപ്പൊ വേറെന്താ? കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണ്ടേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല ഇത് ഇവിടെ കിട്ടുക. മത്സരിക്കണം എന്ന് പറയണേ? മത്സരിക്കാൻ പറയണ്ടേ. മത്സരിക്കണം. തീർച്ചയായും മത്സരിക്കണം. എന്തുകൊണ്ടാണ് പറയണേ? ഇവിടെ വേങ്ങരത്തെ വികസനം നല്ലതാണോ? നല്ലതാണ്. ആണ്. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണം. ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ വികസനത്തിനുണ്ട്. ആണ്. മത്സരിക്കണം. 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 എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? കുഞ്ഞാലിക്കുട്ടിയുടെ ആളായതുകൊണ്ട്. ആളായതുകൊണ്ടാ? ആണ്. മത്സരിക്കണം. എന്തുകൊണ്ടാന്ന് പറയുന്നത്? എങ്ങനെയാന്ന് വെച്ചാലെന്താ, ആളെങ്ങനെയാ? ഓക്കെ. എന്തുകൊണ്ടാ ഓക്കെ എന്ന് പറയുന്നത്? വെച്ചാലെന്താ, എന്തെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവില്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലാതെ അങ്ങനെ അറിയുന്നില്ല. പക്ഷെ ഓക്കെ. കുഴപ്പമില്ല. എന്തുകൊണ്ടാ കുഴപ്പമില്ല എന്ന് പറയുന്നത്? ഭരണക്കള്ളിയിൽ ഞങ്ങൾക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. മത്സരിക്കണം. എന്തുകൊണ്ടാ മത്സരിക്കണം എന്ന് പറയുന്നത്? നമ്മളെ പെരികൂടൊക്കെ നഷ്ടപ്പെട്ടു. ഇവിടെ ഭാഗം നന്നാണോ? പെരികൂടൊക്കെ ഇവിടുന്ന് അതിന്റെ സഹായമാണ്. ആണോ? മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതേ പറ്റുള്ളൂ. ആണ്. അതേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള മത്സരം, അതല്ലാതെ മത്സരിക്കും 100%. ആണ്. മത്സരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മത്സരിക്കാന് ഇത് വികസനം കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള മത്സരം. ആണല്ലേ? മത്സരിക്കണത് ആണ് എന്റെ ചോദ്യം. മത്സരിക്കണം. മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തൊക്കെ പറയണേ? അല്ല, മത്സരിക്കണമെന്ന് പറയുമ്പോൾ ഒരു സാധനം ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല മനുഷ്യനാണോ? വികസനം ഉണ്ടോ? എന്താണ്? വേങ്ങര മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കണോ? ഈ അഭിപ്രായത്തിൽ പങ്കെടുത്തത് 100 പേരാണ്. വേങ്ങര മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. ഈ അഭിപ്രായത്തിൽ പങ്കെടുത്ത അധികമായി വരുന്ന ബൈറ്റുകളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.